നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റേത് കൊലപാതകമാകാൻ സാധ്യതയില്ലെന്ന നിഗമനത്തിൽ പോലീസ്. ഡയറിയിൽ ഐ ക്വിറ്റ് എന്ന് എഴുതി വെച്ചത് ആത്മഹത്യക്കുറിപ്പാകാമെന്നാണ് നിഗമനം. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്തെന്ന് വ്യക്തമായിട്ടില്ലെന്നും CCTV ലഭിച്ചില്ലെന്നും പോലീസ് പറയുന്നു. കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. TV പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണങ്ങൾ നിലനിൽക്കെ പോലീസ് ഇത്തരത്തിലൊരു നിഗമനത്തിലെത്തുന്നത്? പ്രാഥമിക നിഗമനത്തിലേക്ക് വിനീത പോലീസ് എത്തുകയാണ്. പത്തനംതിട്ട പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പത്തനംതിട്ട പോലീസിൽ നിന്ന് മനസ്സിലാകുന്നത് അതൊരു ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലേക്കാണ് ഇതുവരെ പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. അതായത് ഐ ക്വിറ്റ് എന്ന് ഒരു നോട്ട്ബുക്കിൽ എഴുതിയത് കിട്ടി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതൊരു ആത്മഹത്യാക്കുറിപ്പാണ് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. കൊലപാതകത്തിനുള്ള സാധ്യതയൊന്നും നിലവിലെ സാഹചര്യത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഏത് തരത്തിലാണ് ഇങ്ങനെയൊരു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്നതിലേക്കാണ് കൂടുതലായും അന്വേഷണം പോകുന്നത്. പ്രധാനമായും സഹപാഠികളെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്തു നിന്നുണ്ടായത്. അതുൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും പോലീസ് പരിശോധിച്ച് വരികയാണ്. ഒപ്പം ഇനിയിപ്പോൾ ചികിത്സാ വീഴ്ച ഏതെങ്കിലും തരത്തിലുണ്ടായോ എന്ന കാര്യത്തിലും ഗൗരവമായ അന്വേഷണം എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുണ്ടാകും. അവിടെ ഉണ്ടായ ഒരു ദൃക്സാക്ഷി അടക്കം പറയുന്നത് ഗുരുതരമായ ചികിത്സാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് കുട്ടി വീണ സമയവും ആശുപത്രിയിൽ എത്തിച്ച സമയവും തമ്മിലൊക്കെ വലിയ അന്തരമുണ്ട്. എന്താണ് അതിൻ്റെ ഉള്ളിലൊക്കെ സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ഗൗരവമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുകയാണ്. എന്തായാലും ഒരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് ഈ ഘട്ടത്തിൽ എത്തുന്നതേയില്ല. ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലേക്കാണ് നിലവിൽ എത്തുന്നത്. അതിനുള്ള ചില തെളിവുകളും പോലീസിന് കിട്ടി എന്നുള്ളതാണ് പത്തനംതിട്ട പോലീസ് വിശദീകരിക്കുന്നത്.